ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ 2 ഏത്തപ്പഴം അവിടെ ഇരുന്ന് പഴുത്ത ഒരു പരുവായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഉച്ചമയക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഇന്ന് 4 മണിക്ക് ചായയുടെ കൂടെ എന്ത് പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാട്ടോ ഈ 2 ഏത്തപ്പഴം അവിടെ ഇരിക്കുന്നുണ്ട്. ഒട്ടും താമസിച്ചില്ല. അതിന് ഇതാണ്ട് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് നടുവേ മുറിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദാപ്പൊടിയും 1 സ്പൂൺ റവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 1 സ്പൂൺ റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടുന്നത് നമ്മുടെ ഈ ഒരു കൂട്ടിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അതിനാണേ. അപ്പോൾ കുറച്ച് ജീരകവും കൂടി ആ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകത്തിന് പകരം കറുത്ത എള്ളം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഒരു ലേശ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഈ ബാറ്ററിനൊരു മധുരമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഞാൻ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് നമുക്കൊരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് ഇതിനെ ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ. ഒത്തിരി ലൂസും ഒത്തിരി കട്ടിയാവണ്ട, ഒത്തിരി ലൂസും ആയി പോകില്ല. നമ്മുടെ ഈ ഏത്തപ്പഴം മുക്കുമ്പോൾ അതിലിങ്ങനെ കോട്ട് ചെയ്തിരിക്കാൻ പാകത്തിന് അറിയാമല്ലോ, നമുക്ക് ആ ഒരു പാകത്തിനേക്ക് കട്ടയില്ലാണ്ട് കുഴച്ചൊന്ന് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസിലേക്ക് നമ്മുടെ പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ തീ നന്നായിട്ട് അങ്ങ് കുറച്ചിടുക കേട്ടോ. എന്നിട്ട് ഏത്തപ്പഴം ഓരോന്നായിട്ട് മുക്കി നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തിരിച്ച് മറിച്ച് ഇട്ടിട്ട് നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള നല്ല സൂപ്പർ ഏത്തയ്ക്കാപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതായിരുന്നു കേട്ടോ എനിക്കിന്ന് 4 മണിക്ക് ചായയുടെ കൂടെ. അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.